അപ്പോൾ ഇന്നത്തെ റെസിപ്പി 35 വർഷം മുൻപ് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയും പെണ്ണ് കാണാൻ വന്നപ്പോൾ എൻ്റെ അമ്മമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ ബർഗറാണ്. അച്ഛൻ ഇത് കഴിച്ച് കഴിഞ്ഞു തൊട്ടടുത്തിരുന്ന കൂട്ടുകാരനോട് ചോദിച്ചു ഇതെന്നെ ചാതനോ. ഒരാൾക്ക് എങ്ങാണ്ട് അറിയാതെ അവർ പറഞ്ഞു ഇത് ബർഗറാണ്, പുറത്തൊക്കെ കഴിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അച്ഛന് കഴിച്ച് കഴിഞ്ഞ് ഒരെണ്ണം കൂടെ ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എങ്ങനെയാ പെണ്ണ് കാണാൻ പോയതല്ലേ, അതാണ് നാണക്കേട് കൊണ്ട് ചോദിച്ചില്ല. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ അമ്മമ്മയുടെ ബർഗറിന്റെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 2 സവോള അരിഞ്ഞതും കൂടെ ചേർത്ത് നമുക്ക് കറി ലീവ്സും ആഡ് ചെയ്യാം ഈ സമയത്ത്. അതിനുശേഷം അരച്ച് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂണും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം. വഴറ്റി വന്നതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1.5 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം വേവിച്ച് വെച്ച ചിക്കൻ 250 ഗ്രാമും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിച്ചെടുത്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച പൊട്ടറ്റോ ഒരു 250 ഗ്രാമും കൂടെ ചേർത്ത് നല്ലപോലെ ഉടച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബർഗറിൻ്റെ ഫില്ലിംഗ് റെഡി. ബർഗർ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ബണ്ണൊന്ന് മുറിച്ചെടുക്കാം. അതിനുശേഷം ബട്ടറാണ് ആഡ് ചെയ്യുന്നത്. ചീസ് ആ സമയത്ത് ഇല്ലാത്ത കാരണം അമ്മമ്മ ബട്ടറാണ് ആഡ് ചെയ്തത്. അതിനകത്തേക്ക് കുറച്ച് കെച്ചപ്പും ചേർത്ത് 2 ബണ്ണിലും ചേർക്കാം. ഞാനിവിടെ ലെറ്റ്യൂസാണ് എടുത്തേക്കുന്നത്. ക്യാബേജ് ആണ് യൂഷ്വലി അമ്മമ്മ ചേർക്കാം. എനിക്ക് ക്യാബേജ് ഇഷ്ടമല്ലാത്തതാണ് ഞാൻ ലെറ്റ്യൂസാണ് വെച്ചത്. അതിനുശേഷം നമുക്ക് ഫില്ലിംഗ് അതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു സബോള അരിഞ്ഞതും ഒരു ടൊമാറ്റോയും ചേർത്തതിന് ശേഷം ബണ്ണ് അടച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്മമ്മയുടെ സ്പെഷ്യൽ ബർഗർ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളി ടേസ്റ്റ് ആട്ടോ. താങ്ക് യു.